പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു ഇസ്ലാമിക റിപ്പബ്ലിക്കിന്റെ 5ാമത്തെ ഖലീഫ എന്നറിയപ്പെടുന്ന മഹാനവറുകൾ ഒരു ദിവസം തന്റെ കൊട്ടാരത്തിൽ നിന്ന് കരയൽ ബഹുമാനപ്പെട്ടവർ കരഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യയായ ഫാത്തിമ എന്നവരും തന്റെ ഭർത്താവ് കരഞ്ഞപ്പോ ഭാര്യയും കരഞ്ഞു. ഉമ്മയും ബാപ്പയും കരഞ്ഞപ്പോ ആ കുടുംബത്തിലുള്ള ആ വീട്ടിലുള്ള മുഴുവൻ ആളുകളും കരയാൻ തുടങ്ങി. ആർക്കും അറിയില്ല എന്തിനാണ് ഞങ്ങൾ കരയുന്നത് എന്ന്. ഉമർ ബിൻ അബ്ദുൽ അസീസ് തങ്ങൾ കരയുന്നത് കണ്ടപ്പോൾ മറ്റുള്ളവർ മുഴുവൻ കരഞ്ഞതാണ്. എന്തിനാണ് കരയുന്നത് എന്നറിയില്ല. അങ്ങനെ കരച്ചിലെല്ലാം കഴിഞ്ഞപ്പോൾ തന്റെ ഭാര്യ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ ചെന്ന് ചോദിച്ചു, അല്ലയോ പ്രിയപ്പെട്ട ഭർത്താവേ, യാ അമീറുൽ മുഅ്മിനീൻ, മിമ്മ ബക്കൈത, നിങ്ങൾ എന്തിനാണ് കരഞ്ഞത്? നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ പൊഴിച്ചത് എന്ന് ചോദിച്ചപ്പോൾ മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു തന്റെ ഭാര്യയോട് പറഞ്ഞു, യാ ഫാത്തിമ, മുൻസരിഫൽ ഖൗമി മിൻ ബൈനി യദൈല്ലാഹി അസ്സ വജൽ ഫരീഖുൻ ഫിൽ ജന്ന വഫരീഖുൻ ഫിസ് സഈർ. ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, നാളെ പരലോകത്തുള്ള, നാളെ ആഖിറത്തിൽ നടക്കാൻ പോകുന്ന, നാളെ അൽ മലിക്കുൽ ജബ്ബാറായ അല്ലാഹുവിന്റെ മുമ്പിൽ ചെന്ന് നിസ്സഹായനായി നിൽക്കേണ്ട ഒരു വിഭാഗം സ്വർഗത്തിലേക്കും ഒരു വിഭാഗം നരകത്തിലേക്കും എന്ന് പറയപ്പെടുമ്പോ ഞാൻ എവിടേക്കാണ് ചെല്ലുക എന്നത് പേടിച്ചുകൊണ്ടാണ് ഞാൻ കരയുന്നത് എന്ന് മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു തന്റെ ഭാര്യയോട് പറയുകയാൽ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നു. ഇത് പറഞ്ഞിട്ട് ഇത് പറയലും ബഹുമാനപ്പെട്ടവർ ബോധക്ഷയം വന്ന് വീണുപോകലും ഒപ്പമായിരുന്നു എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നു. ഇത്തരത്തിൽ ആഖിറത്തിനെ കുറിച്ചുള്ള ഒരു ചിന്തയായിരുന്നു മഹാന്മാരായ നമ്മുടെ മുൻഗാമികളുടെ മനസ്സുകളിലൂടെ, അവരുടെ മനോമുഖരങ്ങളിലൂടെ എപ്പോഴും നടന്നിരുന്നത്. ഞാനിത് പറഞ്ഞു വരുന്നത്, നമ്മളൊക്കെ ഒരു പ്രതീക്ഷയിലാണ്. അടുത്ത 4-ാം തീയതി, മെയ് 4-ാം തീയതി നമ്മുടെ നാടിന്റെ നിയമസഭയിലേക്ക് അതിന്റെ തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനം നടക്കുന്ന ദിവസമാണ്. വരുന്ന ദിവസങ്ങൾ നടക്കാനുള്ളത്. ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഫലപ്രഖ്യാപന ദിനം എന്ന് പറയുന്നത് നാളെ ആഖിറമാണ്. ഒരു വിശ്വാസിയുടെ ഫലപ്രഖ്യാപന ദിനം നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കൈകളിലേക്ക്, എന്റെ വലതു കൈയിലേക്കാണോ എന്റെ ഇടതു കൈയിലേക്കാണോ അല്ലാഹു ഗ്രന്ഥം നൽകുക, കിതാബ് നൽകുക എന്ന ബേജാറാണ് ഒരു സത്യവിശ്വാസിക്ക് ഉണ്ടാവേണ്ടത്. ദുനിയാവിന്റെ ഫലപ്രഖ്യാപനങ്ങൾ വിവിധങ്ങളായ സമയങ്ങളിൽ ഉണ്ടാകും. പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളുടെ പരീക്ഷകളുടെ റിസൾട്ടുകൾ വരാനിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. അതിന്റെ ഒക്കെ ഫലപ്രഖ്യാപനങ്ങൾ ഉണ്ടാകും. തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനങ്ങൾ ഈ ദുനിയാവിൽ നടക്കും. എന്നാൽ ഇതിനെല്ലാം അപ്പുറത്ത് നാളെ നമ്മുടെ ഓരോരോ വൈയക്തിക ജീവിതങ്ങളെ കുറിച്ചുള്ള നമ്മുടെ ജീവിതത്തിന്റെ റിസൾട്ട് പ്രഖ്യാപിക്കുന്ന ഒരു സമയം നമുക്ക് എല്ലാവർക്കും വരാനുണ്ട്. അത് നാളെ പരലോകത്താണ്. മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ, ഹാസിബു അൻഫുസകും ഖബ്ല അൻ തുഹാസബു, നാളെ നിങ്ങളെ വിചാരണ ചെയ്യപ്പെടാൻ പോകുന്നുണ്ട്. നാളെ നിങ്ങളുടെ റിസൾട്ട് പബ്ലിഷ് ചെയ്യാൻ പോകുന്നുണ്ട്. അതിനു മുമ്പ് സ്വന്തമായി നിങ്ങളുടെ സ്വന്തം ശരീരങ്ങളെ വിചാരണ ചെയ്യണം എന്ന് മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുന്നതായി നമുക്ക് കാണാൻ കഴിയും. ഈ ദുനിയാവിലെ പരീക്ഷകളിൽ, തെരഞ്ഞെടുപ്പുകളിൽ തോറ്റാലും ജയിച്ചാലും അതൊക്കെ വീണ്ടും 5 വർഷം കഴിയും, അല്ലെങ്കിൽ ഒരു പരീക്ഷ വരുമ്പോ സപ്ലിമെന്ററിയിലൂടെ അല്ലെങ്കിൽ ഇംപ്രൂവ്മെന്റിലൂടെ അതൊക്കെ മാറ്റി തിരുത്തി എഴുതാൻ നമുക്ക് കഴിയും. തെരഞ്ഞെടുപ്പ് ഒരു പാർട്ടി തോറ്റാൽ വീണ്ടും 5 വർഷം കഴിയുമ്പോൾ അതിന് ജയിച്ചു വരാനുള്ള സാധ്യതകളുണ്ട്. എന്നാൽ പരലോകത്ത് നമ്മൾ പരാജയപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ദുനിയാവിലേക്ക് ഒരു മടക്കമില്ല. എനിക്ക് നന്നാവണമെന്ന് ആ സമയത്ത് പറഞ്ഞിട്ട് കാര്യമില്ല. അല്ലാഹു ആ ഉത്തരവും ആ വിളിയും കേൾക്കില്ല എന്ന് നമ്മൾ വളരെ ഗൗരവപൂർവ്വം മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മുടെ ലോകം എന്ന് പറയുന്നത്, നമ്മുടെ നാട് എന്ന് പറയുന്നത് അത് ഈ ദുനിയാവല്ല. നമ്മുടെ നാട്, നമുക്ക് ജീവിക്കാനുള്ള, ശാശ്വതമായി നമുക്ക് വസിക്കുവാനുള്ള നമ്മുടെ നാട് എന്ന് പറയുന്നത് അത് ആഖിറമാണ് എന്ന ബോധം നമുക്കുണ്ടാവണം. പരിശുദ്ധമായ ഖുർആൻ
അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്, വകുല്ല ഇൻസാനിൻ അൽസംനാഹു ത്വാഇറഹു ഫി ഉനുഖി, എല്ലാ മനുഷ്യന്മാരുടെയും ജീവിതത്തിന്റെ 7 പുസ്തകം അവന്റെ കഴുത്തിൽ നമ്മൾ തൂക്കിയിടും എന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ നമ്മോട് ഉത്ബോധിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളും, സൂക്ഷ്മമായി നമ്മൾ ചെയ്യുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതൊക്കെ നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ വെച്ച് വിചാരണ ചെയ്യപ്പെടാനുള്ളതാണ് എന്ന ബോധം നമുക്കുണ്ടാവണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് പ്രഖ്യാപിക്കുന്ന ദിവസങ്ങളും സമയങ്ങളുമാണ് കടന്നു വരുന്നത്. ഏത് പാർട്ടി ജയിച്ചാലും, ഏത് മുന്നണി ജയിച്ചാലും നമുക്ക് മുഅ്മിനീങ്ങൾക്ക് ഒരു ബോധമുണ്ടാവണം, ഒരു ബോധ്യമുണ്ടാവണം. നമ്മുടെ വിശ്വാസവും നമ്മുടെ ആദർശവും കളഞ്ഞു കുളിക്കുന്ന തരത്തിലുള്ള ഒരു ആഘോഷ പരിപാടികളിലും നമ്മൾ മുസ്ലിമീങ്ങൾ പങ്കെടുക്കില്ല എന്ന ബോധം നമുക്കുണ്ടാവണം. അത് ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരായിക്കോട്ടെ, അത് ഇടതായിക്കോട്ടെ, വലതായിക്കോട്ടെ, അല്ലെങ്കിൽ രണ്ടുമല്ലാത്തതായിക്കോട്ടെ, ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും നമുക്കൊരു ആദർശമുണ്ട്. അന്യ പെണ്ണിന്റെ കൂടെ ഇന്ന് സെൽഫി എടുക്കാനും അവരുടെ കൈ പൊക്കിപ്പിടിച്ച് ആകാശത്തേക്ക് ഉയർത്താനും ഒരു മുസ്ലിമിന് പരിശുദ്ധമായ ഇസ്ലാം അവകാശം നൽകിയിട്ടില്ല എന്ന ബോധം നമുക്കുണ്ടാവണം. തെരഞ്ഞെടുപ്പ് വരുമ്പോ, അതിന്റെ പ്രഖ്യാപനങ്ങൾ വരുമ്പോ, അതിന്റെ റിസൾട്ടുകൾ വരുമ്പോൾ എന്ത് കോപ്രായങ്ങളും കാട്ടിക്കൂട്ടാമെന്ന് ഒരു സത്യവിശ്വാസിയും മനസ്സിലാക്കരുത്. നമ്മൾ കാണിക്കുന്ന ഓരോ ആഘോഷങ്ങൾക്കും, നമ്മൾ കാണിക്കുന്ന ഓരോ ആഭാസങ്ങൾക്കും നാളെ അല്ലാഹുവിന്റെ മുമ്പിൽ കണക്ക് പറയേണ്ടി വരുമെന്ന ബോധം നമുക്കുണ്ടാവണം. ഇത് പരിശുദ്ധമായ ദീനാണ് പറയുന്നത്, പരിശുദ്ധമായ ദീനാണ് അത് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ആഘോഷങ്ങൾ, നമ്മുടെ പാർട്ടിയോ നമ്മുടെ മുന്നണിയോ ജയിക്കുമ്പോൾ വളരെ കൃത്യമായ ഇസ്ലാം നിർണയിച്ച അതിരിന്റെ ഉള്ളിൽ നിന്നുകൊണ്ടായിരിക്കണം നമ്മുടെ ആഘോഷങ്ങൾ, നമ്മുടെ ആഹ്ലാദ പ്രകടനങ്ങൾ എന്ന് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുകയാണ്. മറ്റുള്ളവരെ വ്യക്തിഹത്യ ചെയ്യുന്നതോ, മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നതോ, അവരുടെ ജീവിതത്തിന്റെ സൂക്ഷ്മതലങ്ങൾ പരിശോധിച്ചുകൊണ്ട് അത് സാമൂഹിക മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുകയോ ചെയ്യുന്ന ഒരു പ്രവണത നമ്മിൽ നിന്നൊരാളിൽ നിന്നും ഉണ്ടാവരുത് എന്ന് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ കാര്യങ്ങളിലും ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ.